അപ്പോളേ ഇതാണ് പനീര് കേട്ടോ. പനിനീര് തളിയാനേന്നല്ല, പനീര്. ആ ഒന്ന് പറഞ്ഞേച്ചി എന്താ? പനീർ. ആ സാധനമാണ് ഇത്. ഇതാണ് നമ്മൾ കറി വെക്കുന്നത് കേട്ടോ. ആ ഇതിനി കഷ്ണങ്ങളാക്കണമെന്ന്. എന്നിട്ട് അടിപൊളി കറിയാണ്. എല്ലാവരും ഇത് വെച്ച് നോക്കണം. എന്നിട്ട് കമൻ്റ് ഇടണേ എങ്ങനെ ഉണ്ടെന്ന്. മസാലയുടെ കൂടെ താത്തി പിടി. മസാലയുടെ കൂടെ ഇതും കൂടെ അരയ്ക്കുന്നുണ്ട്. നമ്മൾ വഴറ്റി വെച്ച മസാലയില്ലേ അതിൻ്റെ കൂടെ കാഷ്നട്ട്. ഇവിടെ പനീർ മുറിക്കുവാണേ. കണ്ടോ ഇങ്ങനെ മുറിക്കുന്നേ. ഇവിടെ വറുത്ത് നമ്മൾ ഉള്ളിയെല്ലാം കൂടെ വഴറ്റി കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇതാണ് അരച്ചെടുക്കുന്നത്. ഇനി പനീര് വറുത്തെടുക്കുമോ? എന്ത് ചെയ്യും? ഇതൊന്ന് ചട്ടിയിലിട്ട് മെല്ലെ വറുത്തെടുക്കുമെന്ന്. അല്ലെങ്കിൽ പൊടിഞ്ഞു പോകുമെന്ന്. അപ്പോൾ ട്രിക്ക്. നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വഴന്നിട്ടുണ്ട്. തക്കാളി ഉള്ളിയെല്ലാം ഇത് കണ്ടോ അടിപൊളിയാണ്. തീ കുറച്ചിട്ടിട്ടാണ് നമ്മൾ വഴറ്റുന്നത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 സ്പൂണ് മഞ്ഞൾ പൊടി, മഞ്ഞൾ പൊടി ഇട്ടിരിക്കുന്നു. ഇനി ഒരു സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി 1 സ്പൂണ്. അതും കൂടെ ഇട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കണം. കുറച്ച് ഒരു 1/2 സ്പൂണ് ഗരം മസാലയും കൂടി ഇടുവാണേ. അത്ര ഇട്ടാൽ മതി കേട്ടോ, അല്ലെ ഭയങ്കര കുത്തലായിരിക്കും. കുത്തലെന്ന് പറയണ്ട, കുത്തലിൻ്റെ ചൊവ. അപ്പോൾ ഇതും കൂടെ ഒന്ന് പച്ചപ്പും മണം മാറി വരുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഇത് അരച്ചെടുക്കണം, പേസ്റ്റ് ആക്കണം. എന്നിട്ടാണ് നമ്മൾ പനീർ കറി വെക്കുന്നത്. അപ്പോൾ ഇനി പനീർ അപ്പോൾ ഇത് അരച്ചെടുത്ത് വരാം നമുക്ക്. അപ്പോൾ നമ്മുടെ പനീരൊക്കെ ഇതാ ഈ മാതിരി ആയിട്ടുണ്ട്. ഇതേപോലെ വേണം വറുത്തെടുക്കാൻ. അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കോരി വെച്ചു. ഇനി നമ്മൾ എല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇനി ആ ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ച അരവ് പേസ്റ്റ് അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇതേപോലെയൊക്കെ തന്നെ അരച്ചെടുക്കണേ. ഉണ്ടോ? അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. അടിപൊളി കറിയാണ്. കമൻറ്റും ലൈക്കും ഒക്കെ തരണം. ഇതുപോലെ വെച്ച് നോക്കിയിട്ട്. വറുത്ത ചട്ടി ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ. ആ ചട്ടി വറുത്ത ചട്ടി തന്നെയാണ് നമ്മൾ കറി വെക്കുന്നത്. പനീർ അങ്ങ് കോരി എടുത്തതേ ഉള്ളൂ. എന്നിട്ട് അതിലേക്ക് തന്നെ നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുത്തു. ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് നോക്കണം. അടിപൊളിയാണ്. എല്ലാവരും കമൻ്റ് ഇട്ട് മറുപടി തരണേ. ഇതിനി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ പച്ചമണം എല്ലാം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ചിട്ടാണ് നമ്മൾ ഇളക്കുന്നത് കണ്ടോ. അപ്പം മാറിക്കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് പനീരിട്ടു. അപ്പോൾ കറി റെഡിയായി. ആ സാധനം വറക്കുവാണേ. പനീര് കണ്ടോ. വീഡിയോയ്ക്ക് ക്ലിയർ ഇല്ല, ക്ലാരിറ്റി ഇല്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. അടുപ്പ് ഇത്തിരി പൊക്കം കൂടുതലായതുകൊണ്ടാണ് കാണാത്തത്. ഇതിനി വറുത്തിട്ട് അത് മസാല നമ്മൾ അരച്ചതും കൂടെ കൂട്ടിയിട്ട് നിങ്ങളെ കാണിക്കാവേ. ഇതിങ്ങനെയാണ് വറുക്കുന്നത്. തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കണം. നമ്മളാ മസാലയൊക്കെ ഇത് വഴറ്റിയില്ലേ, ആ ചട്ടിയിലേക്കാണ് നമ്മളിത് വറക്കാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മളുടെ അരവൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിന് എല്ലാവരും ഇട്ട് കൊടുത്തോണേ. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അത് കാണിച്ചില്ല. വേണമെങ്കിൽ പനീർ വറക്കുമ്പോൾ അതിൽ തിരുമ്മിയിട്ടും വറക്കാം. അപ്പോൾ ഇനി നമ്മൾ വറുത്ത് വെച്ച് ഇത് ഇടുവാണ്. അപ്പോൾ അടിപൊളി കറിയാണ്. എല്ലാവരും ലൈക്കും കമൻറ്റും തരിക. പിന്നെയും പറയുന്നു. കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി കണ്ടില്ല എന്ന് പറയരുത്. ഒരു സാധനം വേണമായിരുന്നു, അതും കൂടെ ഇട്ട അടിപൊളിയാന്ന് പറഞ്ഞ്. കസ്തൂരി മേത്തി അതും കൂടെ ഉള്ളവരൊക്കെ ഇട്ടോളൂ. ഞങ്ങൾക്ക് ഇവിടെ ഇല്ല, തീർന്നു പോയി. എടുക്കാൻ പോയപ്പോഴാണ് കുപ്പി കാലി. അപ്പോൾ അടിപൊളി കറിയാണ്. അപ്പോൾ ഇനി എന്നാ ഇടുന്നേ? എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി ഓടിയിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് വീഡിയോ നമുക്ക് ഓഫാക്കാം. ചീസ്
നമ്മുടെ കയ്യിൽ ബട്ടർ ഇല്ല. ബട്ടർ ഇല്ലാത്തത് കൊണ്ട് ഒരു കഷ്ണം ചീസും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അടിപൊളിയാ കേട്ടോ, എല്ലാവരും വെച്ച് നോക്കണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.